ഈ വീഡിയോ ഞാൻ എടുക്കണത് ഒരു സർക്യൂട്ട് എങ്ങനെ റീഡ് ചെയ്യുമെന്ന് അറിയാനാണ്. ഇപ്പൊ നമ്മളൊരു ഡയോഡ് ഈ ഡയോഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഈ കറണ്ട് ഇങ്ങോട്ടാണ് പാസ് ചെയ്യണതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങോട്ട് കറണ്ട് പാസ് ചെയ്യും. ഈ ഡയോഡ് അതായത് ഒരു വാൽവാണ് ഇത്. വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പൈപ്പ്, ഈ പൈപ്പ് ഇതിലെ കൂടി ഇപ്പൊ വെള്ളം ഇങ്ങനെ വന്ന്, അപ്പൊ വാൽവ് ഇവിടെ ഒരു ഷട്ടർ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ പൈപ്പ് ഇങ്ങനെ ഇരിക്കണം. ഇതിലേ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യും, വെള്ളം പോകില്ല. ഈ പൈപ്പ് ഇപ്പം ഇതൊരു പൈപ്പാണെങ്കിൽ ഇവിടെ ഒരു വാൽവ് ഉണ്ടെങ്കിൽ ഈ വെള്ളം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വെള്ളം വരും. പക്ഷെ ഇപ്പുറത്തോട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇത് ബ്ലോക്ക് ചെയ്യും. ഫുട്ട് വാൽവ് കണ്ടിട്ടില്ലേ? ഫുട്ട് വാൽവ് അതായത് ഇവിടെ ഒരു ഈ പൈപ്പിൽ ഇവിടെ ഒരു ബോൾ ഉണ്ടാവും. അപ്പം അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തള്ളിയിട്ട് വെള്ളം ഇങ്ങോട്ട് വരും. അപ്പം ഈ പൈപ്പിൽ കൂടി ഇങ്ങോട്ട് വെള്ളം വരും. പക്ഷെ ഇങ്ങോട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ പോകില്ല, ഇതിലെ വെള്ളം വരില്ല, ഇതിലൊരു വെള്ളവും വരില്ല. അതേമാതിരി ഇതിലെ വന്നു കഴിഞ്ഞാൽ കറണ്ട് ഇങ്ങോട്ട് പാസ് ചെയ്യും. ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാസ് ചെയ്യൂല. അതായത് ഇവിടെ നമ്മളൊരു ബാറ്ററി വെച്ചിട്ട് ഇത് പ്ലസ് കൊടുത്താൽ ഇവിടെ നമ്മളൊരു ബൾബ് കത്തും, LED കത്തും. പക്ഷേ നമ്മളിവിടെ പ്ലസ് പോസ് അതായത് ഇവിടെ പ്ലസ് കൊടുത്താൽ ഇവിടെ പ്ലസ് ഇങ്ങനെ ബാറ്ററി ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ബൾബ് ഇട്ടാൽ ഇത് കത്തൂല, ഇങ്ങോട്ട് കറണ്ട് പോകൂല. അതായത് ഒരു വാൽവ് മാറി ഈ പേന ഇതാണ് പോസ് മാറ്റുക. അതായത് ഇങ്ങോട്ട് കറണ്ട് പോകൂല, ഇങ്ങോട്ട് കറണ്ട് പോകും. അത് ഇത് കണ്ടാൽ അറിയാം. അതേമാതിരി ഒരു ട്രാൻസിസ്റ്റർ, ഈ ട്രാൻസിസ്റ്റർ ഇത് കണ്ട, ഈ ആരോ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് ബയാസ് ചെയ്യണം, ഇങ്ങോട്ടല്ല. അവരിങ്ങനെ കറക്റ്റർ കറണ്ട് ഫ്ലോ ചെയ്യും. ഈ ട്രാൻസിസ്റ്റർ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു പൈപ്പ് എന്ന് വിചാരിക്കുക. ഈ പൈപ്പ് ഇത് കളക്ടർ ഇത് എമീറ്റർ, ഇത് ബേസ്. അപ്പോൾ ഇവിടെ ഒരു ഇങ്ങനെ ഒരു ക്ലോസിങ് ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ ഫുൾ ക്ലോസ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഇതിലെ വെള്ളം ഇങ്ങോട്ട് വരില്ല, ഇങ്ങോട്ട് കറണ്ട് പാസ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബയാസ് കൊടുത്താൽ ഇങ്ങോട്ട് തള്ളി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പണാക്കി കൊടുത്താൽ ഇങ്ങനെ പാസ് ചെയ്യും. ഫുൾ ഓപ്പണാക്കിയാൽ നല്ല കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ കറണ്ട് കൺട്രോൾ ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ HFE ഈ ട്രാൻസിസ്റ്ററിൻ്റെ HFE 100 ആണെങ്കിൽ ഇവിടെ നമ്മൾ 1 മില്ലി ആംപിയർ കൊടുത്താൽ ഇതിൽ 100 മില്ലി ആംപിയർ ഇതിൽ ഫ്ലോ ചെയ്യും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കണ്ട ഇത് ഇങ്ങനെയാണ് വന്നത്. അതേമാതിരി ഈ PNP ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഇങ്ങോട്ടാണ് ബയാസ് ചെയ്യേണ്ടത്. ഈ സർക്യൂട്ട് നമ്മളിവിടെ ഒരു റെസിസ്റ്റൻസ് ഇട്ടാൽ നമ്മളിവിടെ കൊടുക്കണം നെഗറ്റീവ് കൊടുക്കണം, ഇവിടെ പോസിറ്റീവ് കൊടുക്കണം. ഇങ്ങോട്ട് ഇത് ബയാസ് ചെയ്യണ നെഗറ്റീവ് ആയിട്ടാണ്. ഇതിനെ നേരെ തിരിച്ച് വരച്ചാൽ ഇങ്ങനെ വരക്കാം. അപ്പോൾ പേടിക്കണ്ട, ഇതിങ്ങനെ വരച്ചാൽ കണ്ട. അപ്പോൾ ഇവിടെ പ്ലസ് കൊടുത്താൽ കണ്ട, ഇവിടെ പോസിറ്റീവ് അല്ല, ഇത് തെറ്റി, ഇവിടെ വെച്ച് കള. ഇത് NPN. അപ്പം ഇവിടെ PNP ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഇത് കണ്ട, ഇവിടെ പോസിറ്റീവ് കൊടുക്കണം. അപ്പം ഇവിടെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് കൊടുക്കണം. അതായത് ഇവിടെ ഇത് ഇങ്ങോട്ടാണ് ബയാസ്, ഇങ്ങോട്ട് കണ്ട, ഇവിടെ നെഗറ്റീവാണ് കൊടുക്കേണ്ടത്. അപ്പം ഇതിനെ നേരെ ഇങ്ങനെ തിരിച്ച് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് കൊടുത്താൽ ഇവിടെ നെഗറ്റീവ് കൊടുക്കണ്ട. ഇതിങ്ങനെ നേരെ തിരിച്ച് വരച്ചു എന്നുള്ളു. അപ്പം ഇതിന് ബയാസ് ഇങ്ങോട്ട് കൊടുക്കണമെങ്കിൽ ഇവിടെ നെഗറ്റീവ് ബയാസ് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ആണല്ല. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു നെഗറ്റീവ് ബയാസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ഈ ഇങ്ങനെ ബയാസ് കിട്ടും. അപ്പം കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യും. ഇവിടെയാണെങ്കിലാ കണ്ട, ഇവിടെയാണെങ്കിൽ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യും. കാര്യം ഈ ആരോ മാർക്ക് നോക്ക്, കണ്ട, ഈ ആരോ മാർക്ക് നോക്ക്, ഈ ആരോ മാർക്ക് നോക്ക്, ഈ ആരോ മാർക്ക് കണ്ട, ഇങ്ങനെയും പാസ് ചെയ്യും, ഇങ്ങനെ പാസ് ചെയ്യും, ഇവിടെ ഇങ്ങനെ പാസ് ചെയ്യും, ഇങ്ങോട്ട് പാസ് ചെയ്യും. പോസ് ചെയ്യും. സ്റ്റാർട്ട്.
ഇപ്പൊ ഇവിടെ നമ്മൾ ചെറിയ 1 മില്ലി ആംപിയർ ഇങ്ങനെ കൊടുത്താൽ, അതായത് 1 മില്ലി ആംപിയർ ഇങ്ങനെ കൊടുത്താൽ, ഇത് 1 മില്ലി ആംപിയർ 1 മില്ലി ആംപിയർ ഇങ്ങനെ കൊടുത്താൽ ഇവിടെ 100 മില്ലി ആംപിയർ ഇങ്ങനെ 100 മില്ലി ആംപിയർ അങ്ങനെയാണ് ആംപ്ലിഫൈ ചെയ്യണത്. അതായത് ഇവിടെ ഈ ട്രാൻസിസ്റ്റർ നമ്മളിവിടെ 0 മില്ലി ആംപിയർ, അപ്പം ഇതിലെ കറണ്ട് 0, അതിങ്ങനെ 0യിൽ നിന്ന് കൂടി വന്നിട്ട് 1 മില്ലി ആംപിയർ വന്നു കഴിഞ്ഞാൽ 0യിൽ നിന്ന് കൂടി വന്നിട്ട് 100 മില്ലി ആംപിയറിലേക്ക് ഇങ്ങനെ കൂടി വരും. അപ്പം നമ്മളിവിടെ റെസിസ്റ്റൻസ്, ഈ കറണ്ട് കൂടി വരാൻ നേരത്ത് ഇതിൻ്റെ ഡ്രോപ്പ് കൂടി വരും. അപ്പോൾ ഇവിടെ വോൾട്ടേജ് കുറഞ്ഞു വരും. ഇവിടെ 0 മില്ലി ആംപിയർ ഉള്ള സമയത്ത് ഇവിടെ 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ 0യിൽ നിന്നും ഇങ്ങനെ പോയിട്ട് വരെയാണ്. 0യിൽ നിന്ന് 1 മില്ലി ആംപിയർ 1 മില്ലി ആംപിയറിലേക്ക് പോണ്. അപ്പോൾ 0 കറണ്ട് ആണെങ്കിൽ ഇപ്പം ഇവിടെ ഒരു 470 ഓം ഇട്ടാൽ 0 കറണ്ട് ആണെങ്കിൽ ഫുൾ വോൾട്ട് ഇവിടെ വരും. ഇവിടെ 12 വോൾട്ട് തന്നെ വരും. കാര്യം ഇത് കറണ്ട് 0 ഉള്ളൂ ഇതിൽ. അപ്പോൾ ഇവിടെ ഡ്രോപ്പില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ കൂടി വന്നിട്ട് കറണ്ട് കൂടെയാണ്. കറണ്ട് കൂടാൻ നേരത്ത് ഡ്രോപ്പ് കൂടും. അപ്പോൾ ഇവിടെ 100 മില്ലി ആംപിയർ ആണെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 ഓം ഇടയാണെങ്കിൽ, 0 ആണെങ്കിൽ 60 × 0 = 0 വോൾട്ട് ഇവിടെ ഡ്രോപ്പ്, ബാക്കി 12 വരും. 100 മില്ലി ആംപിയർ പോകാൻ നേരത്ത്